ധന്യ, കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ ഈ വരുന്ന 26-ാം തീയതി വിചാരണ ആരംഭിക്കുകയാണ്. അപ്പം ഈ ഇത്രയും കാലത്തിനിടയിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല എന്നൊരു ഇതും ശ്രദ്ധേയമാണ്. ധന്യ, എന്താണ് അതിനെക്കുറിച്ച് വിശകലനം നടത്താൻ? 7 വർഷമായി പൾസർ സുനി ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ 7 വർഷമായിട്ടും ജാമ്യം നൽകാൻ കോടതി തയ്യാറാകുന്നില്ല. അതിന് കോടതി പറയുന്ന കാര്യങ്ങൾ, ഇയാൾ പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ഇയാളുടെ കയ്യിലുള്ള ദൃശ്യങ്ങൾ പുറത്ത് പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകാൻ കഴിയില്ല. പിന്നെ ഇയാളുടെ ജീവനും ചിലപ്പോൾ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ 8-ാം പ്രതി കേരളം അറിയുന്ന അല്ലെങ്കിൽ ഒരു നടനാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു നടനിലേക്കാണ് ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടി കാണിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ പൾസർ സുനിയാണ് ഇതിലെ പ്രധാനി. പൾസർ സുനിയാണ് കൊട്ടേഷൻ ഏൽപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത് പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിച്ചായിരുന്നു ജാമ്യത്തിനായിട്ട്. അപ്പോൾ സുപ്രീം കോടതി കേരളത്തിനോട് അതിന്റെ വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു. അപ്പം കേരള സർക്കാർ അതിന് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിലും പൾസർ സുനിക്ക് എതിരായി തന്നെയായിരുന്നു കേരള സർക്കാർ നിന്നത്. പൾസർ സുനിക്കും ദിലീപിനും എതിരായിട്ട് തന്നെയായിരുന്നു ആ സത്യവാങ്മൂലം കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ പൾസർ സുനി ആവശ്യപ്പെട്ടത് മറ്റ് പ്രതികൾക്കെല്ലാം ജാമ്യം അനുവദിച്ചു. പക്ഷേ ഈ പൾസർ സുനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിക്കാത്തത് എന്നാണ് പൾസർ സുനി കോടതിയിൽ ചോദിച്ചത്. അതെ, തീർച്ചയായിട്ടും അതൊരു ന്യായമായ ചോദ്യമാണ്. 7 വർഷമായിട്ട് ഇതിന്റെ ഗൂഢാലോചന നടത്തിയവർ വെളിയിൽ സുഖമായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിൽ മറ്റ് കൂട്ടുപ്രതികളായി നിന്നവരൊക്കെ പുറത്തിറങ്ങുമ്പോഴും ഈ പൾസർ സുനി എന്ന് പറയുന്ന പ്രതിക്ക് മാത്രം എന്തുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയുണ്ട്. ഈ പൾസർ സുനി സിനിമാ താരങ്ങളുടെ ഡ്രൈവറായിരുന്നുവെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് താൻ അതിജീവിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തിയത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ ഇനി ചർച്ചയാവാൻ പോവുകയാണ്. കാരണം കേസ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ആക്രമിക്കപ്പെട്ട നടി പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, വിസ്താരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താകും കേസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ദിലീപ് പ്രതിസ്ഥാനത്താണ്. ആ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും ഒരു വിഭാഗം ഇപ്പോഴും ദിലീപിനെ കുടുക്കിയതാണ്. മലയാള സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം അല്ലെങ്കിൽ അവർക്ക് മുകളിലോ സ്ഥാനം നേടേണ്ട ആളായിരുന്നു ദിലീപ്. അതുകൊണ്ട് ദിലീപിനെതിരെ ഉണ്ടായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ് എന്നും പലരും ആരോപിക്കുന്നുണ്ട്. പലപ്പോഴും പക്ഷേ ഈ വിചാരണ സമയത്ത് ഈ പ്രതികൾ പലരും ഹാജരാകാതിരുന്നപ്പോൾ അവർക്കുള്ള അവധി അപേക്ഷകൾ കൊടുത്തിരുന്നത് കൃത്യമായി ദിലീപിന്റെ വക്കീൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കേരളം സുപ്രീം കോടതിയിലും ചൂണ്ടിക്കാട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണ് എന്ന ഒരു വാദം തന്നെയാണ്. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാർ തന്നെ ആയിരിക്കുമെന്ന ഒരു സ്റ്റാൻഡാണ് കേരള സർക്കാർ എടുക്കുന്നത്. ഇതിൽ തന്നെ 261 സാക്ഷികളാണ് ഈ കേസിലുള്ളത്. 1600ഓളം തെളിവുകൾ, രേഖകളാണ് ഇപ്പോൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നേരത്തെ ബിന്ദു പണിക്കർ, ഇടവേള ബാബു, സിദ്ദിഖ്, ഭാമ ഇവരൊക്കെ കൂറുമാറി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ നടിയെ ആക്രമിച്ച 2017 ഫെബ്രുവരി 17-ാം തീയതി എന്നാണ് ഫെബ്രുവരി 2-നാണ് ഈ ഒരു നടിയെ ആക്രമിച്ച കേസ് കേരളം കേട്ടു തുടങ്ങിയത്. അന്ന് മുതൽ ഇതിലൊരു പ്രധാനിയുണ്ട്, സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ജനപ്രിയ നായകനുണ്ട് എന്ന് പറയുന്നു. പിന്നീട് 82 ദിവസത്തോളം ദിലീപ് ജയിൽവാസം അനുഭവിക്കുന്നു. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യർ എറണാകുളത്ത് ദർബാർ ഹാളിൽ നടന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ മഞ്ജു വാര്യർ പറഞ്ഞ ഒരു വാചകമാണ്, ഈ നടി ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അത് കൃത്യമായി അന്വേഷിക്കപ്പെടണം. അവിടെ നിന്ന് തുടങ്ങിയതാണ് WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ രൂപീകരിക്കപ്പെട്ടതും. പിന്നീട് ഈ വലിയ രീതിയിലുള്ള അന്വേഷണമൊക്കെ ദിലീപിൻ്റെ ഒരു സിനിമയുടെ സമയത്താണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ ദിലീപിനെ കാണാൻ എത്തിയതും ഇത് ഗൂഢാലോചന നടത്തിയതും എന്നൊക്കെയാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. എന്തായാലും ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ദിലീപിനെ ടാർഗറ്റ്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും പലരും ദിലീപിനെ ടാർഗറ്റ് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദിലീപിനെതിരായ അല്ലെങ്കിൽ ദിലീപിനെതിരെ ഒരു ഇരയോ രംഗത്ത് വന്നതായി നമ്മളാരും കണ്ടില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ മുതൽ ദിലീപിനെ ടാർഗറ്റ് ചെയ്യാൻ ഓരോരുത്തർ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. പക്ഷേ അവിടെയൊന്നും ദിലീപിൻ്റെ പേരുകൾ നമ്മൾ ഉയർന്നു കേട്ടതായി നമ്മളാരും കണ്ടിട്ടില്ല. ദിലീപിന് ഇപ്പോഴും ഒരു വലിയ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ദിലീപിൻ്റെ സിനിമകൾ നിരന്തരം പരാജയപ്പെടുന്നുണ്ട് എങ്കിലും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം പോലെയുള്ളവർ ദിലീപിൻ്റെ സിനിമ സ്വീകരിക്കുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ദിലീപ് എന്ന് പറയുന്ന നടനെ അംഗീകരിക്കുന്ന, ദിലീപിൻ്റെ അഭിനയത്തെ അംഗീകരിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർ വിശ്വസിക്കുന്നത് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല, ഇതൊക്കെ ദിലീപിനെ കൊടുക്കാനായി ആരെങ്കിലും ചെയ്യുന്നതാണെന്നുള്ള. അപ്പോഴും എനിക്കുള്ള ഒരു ചോദ്യം,
ഒരു നടി അവർ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവർ ഓടി ഒരു സംവിധായകൻ്റെ വീട്ടിലേക്ക് കയറുന്നു. അവർക്ക് മറ്റ് ഒരുപാട് നടന്മാരുടെ പേരുകൾ പറയാം. എന്തുകൊണ്ട് ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ, അവരുടെ വിവാഹ മോതിരം ഊരിക്കൊണ്ട് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. കാരണം അവരെ ഉപദ്രവിച്ചു എന്ന് തെളിയിക്കുന്നതിന് അവരുടെ വിവാഹ മോതിരം ഊരിക്കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ അവരെ കാരണം അവരെ വിവാഹം കൂടി ഉറപ്പിച്ച സമയത്തായിരുന്നു അവരെ അതിദാരുണമായി അവർ പീഡിപ്പിക്കപ്പെടുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഉയർന്നു വന്നവർ കൃത്യമായി അവർ നിലപാടുകൾ അറിയിച്ച് തളർന്നു പോകാതെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ദിലീപ് ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയെ അങ്ങനെ മാനസികമായി ശാരീരികമായി തകർക്കാൻ ദിലീപ് കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ, ഒരു നടനപ്പുറം ഒരു മനുഷ്യത്വമില്ലാത്ത മനുഷ്യനാണെന്ന് തന്നെ പറയേണ്ടി വരും. കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. ഈ പൾസർ സുനിയുടെ വീട്ടിലേക്കൊക്കെ നമ്മൾ കയറി പോയാൽ പൾസർ സുനിയുടെ അമ്മയുണ്ട്. അമ്മ മാത്രമേ അവിടെ ഉള്ളൂ. ഒരു സഹോദരി ഉള്ളത് വിവാഹം കഴിഞ്ഞ് പോയി. ഞാൻ പലതവണ പൾസർ സുനിയുടെ വീട്ടിൽ വാർത്തയുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളതാണ്. സത്യത്തിൽ ആ അമ്മയൊക്കെ കണ്ടാൽ ഒരു സാധുവായ ഒരു സ്ത്രീ, അവരൊന്നും അങ്ങനെ പുറത്തിറങ്ങി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ. നമ്മളെപ്പോൾ പോയാലും എല്ലാ അമ്മമാരും മക്കൾ തെറ്റ് ചെയ്തെന്ന് പറയില്ല. അപൂർവം ചില അമ്മമാരെ മക്കളുടെ തെറ്റുകൾ അംഗീകരിക്കും. ഈ അമ്മ അത്യാവശ്യം ജീവിത സാഹചര്യമുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കുടുംബത്തിലൊക്കെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നത്. ഇയാൾ എപ്പോഴാണ് ഈ കൊട്ടേഷൻ സംഘത്തിലേക്കൊക്കെ കയറിയത്? ഇതൊന്നും വീട്ടുകാർക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. സിനിമയിൽ ഓരോ നടന്മാരുടെ ഡ്രൈവർമാരായി പോകുന്നു എന്നുള്ളത് മാത്രമേ സിനിമയിൽ ഡ്രൈവറായി പൾസർ സുനി പോകുമ്പോഴും നേരത്തെ ഇയാളുടെ പേരിൽ പല പെൺകുട്ടികളെ ഉണ്ടായിരുന്നു. ഈ കേസിന് ശേഷം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ ഡ്രൈവറായി വെച്ചത് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് കഥകൾ ഇതിൽ പുറത്തു വരും. മറ്റു ഇപ്പൊ തന്നെ പറഞ്ഞു, അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് പറയുന്നു എന്ന് പറഞ്ഞു. പല അമ്മമാർക്കും മക്കൾ പുറത്തുപോയി എന്ത് ചെയ്യുന്നു അറിയണമെന്നില്ല. അമ്മമാർക്ക് എപ്പോഴും മക്കൾ പരിശുദ്ധരാണ്. പക്ഷെ അവർ പുറത്തുപോയി എന്താണ് ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് അറിയണമെന്നില്ല. പിന്നെ ഈ കേസിൽ വിനയൻ തന്നെ പറയുന്നുണ്ട്, ദിലീപിന്റെ പകയെന്ന് പറയുന്നത് ആനപ്പകയാണെന്ന്. അത്രയ്ക്ക് വലിയ പക ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ദിലീപ് എന്ന്. ദിലീപിന്റെ കുടുംബജീവിതം തകർക്കാൻ ഈ നടി ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. കുടുംബജീവിതം ദിലീപിന്റെ മഞ്ജു വാര്യറുമായുള്ള കുടുംബജീവിതം തകർക്കാൻ ഈ ആക്രമിക്കപ്പെട്ട നടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ വൈരാഗ്യമാണ് അവർക്ക്. ദിലീപിന്റെ തന്നെ പ്രവർത്തികളല്ല. അതെ, തീർച്ചയായിട്ടും ദിലീപിന്റെ തന്നെ പ്രവർത്തികളാണ്. എനിക്കതിൽ ഏറ്റവും കൂടുതൽ അതിശയം തോന്നിയ ഒരു കാര്യം, പ്രീതി ചേച്ചി, അതിന് ഈ ദിലീപ് കാവ്യമാധവന് വിവാഹത്തിന് ഒരാഴ്ച മുൻപ് പുറത്തിറങ്ങിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ കാവ്യമാധവൻ പറയുന്നത് എന്റെ സഹോദരനാണെന്ന്. അത് പറഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദിലീപ് കാവ്യ വിവാഹം ദിലീപ് പറഞ്ഞ അതിനൊരു ന്യായം എന്താണ്? ഞാൻ കാരണം വഴിയാധാരമായ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഇയാൾ കാരണം വഴിയാധാരമായ പെൺകുട്ടികൾക്കൊക്കെ ജീവിതം കൊടുക്കാൻ ഇയാൾ ഇറങ്ങി തിരിച്ച ഇതൊക്കെ നടപടിയാവുന്ന കേസുകളാണോ? ഒരു സ്ത്രീ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്ന സമയത്താണ് അവർ ഈ ദിലീപിനെ വിവാഹം കഴിച്ച് അവർ ജീവിതത്തിലേക്ക് അവർ അത്രത്തോളം, എനിക്ക് തോന്നുന്നു അവർ അഭിനയത്തിലായാലും നൃത്തത്തിലായാലും അവർ വളരെ കഥാപാത്രങ്ങൾക്കൊന്നും പകരം വെക്കാൻ ഒരു നടി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഓരോ കണ്ണുകൊണ്ട് പോലും അഭിനയിക്കുന്ന, മോഹൻലാലൊക്കെ കണ്ണുകൊണ്ട് പോലും അത്രയ്ക്ക് അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ട് തിളങ്ങി നിന്ന അന്ന് ദിലീപ് ഒന്നുമല്ല. ആ സമയത്ത് ദിലീപിനെ കല്യാണം കഴിച്ച് പോയിട്ട് 14 വർഷം വീടിൻ്റെ ഉള്ളറകളിൽ ഒതുങ്ങിയ ഒരു സ്ത്രീയാണ്. മകളെയും ഭർത്താവിനെയും മാത്രം നോക്കി, അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങിയ സ്ത്രീയാണ്. ഒരു പുരുഷൻ ഇപ്പോൾ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അയാളുടെ കുടുംബജീവിതം സ്വസ്ഥപൂർണ്ണമായാൽ ഈ 14 വർഷവും ദിലീപ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. എൻ്റെ കുടുംബജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ അതിൽ ഇടപെട്ടു, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നടന്നത്, അതിൽ ആരൊക്കെയാണ് പ്രതികൾ, ആരൊക്കെയാണ് എൻ്റെ കുടുംബജീവിതം തകർത്തത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിവോഴ്സ് നൽകിയ സമയത്ത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതെൻ്റെ കഥയാണ് എന്നാണ് പറഞ്ഞത്. ദിലീപ് കാവ്യമാധവൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ നേരത്തെ പുറത്തു വന്ന സമയത്ത് തന്നെ കുടുംബജീവിതത്തിൽ ഏകദേശം പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. അതിന് കാരണക്കാരി ഈ ആക്രമിക്കപ്പെട്ട നടിയാണ് എന്ന് പറയുന്നുണ്ട്. അവർ കണ്ട കാര്യങ്ങളൊക്കെ മഞ്ജു വാര്യരോട് പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ഈ യുവ നടിമാർ തമ്മിൽ ഇവരെ എല്ലാവരും വളരെ സൗഹൃദം കീപ്പ് ചെയ്യുന്നവരാണ്. അങ്ങനെ പോയി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി
ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്ര പുരോഗമനവാദിയായ സ്ത്രീയാണെങ്കിലും സ്വാഭാവികമായിട്ടും അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് കാരണം ആ ഒരു വൈരാഗ്യമാകാം ദിലീപിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. എന്തായാലും ഈ കേസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ, അതായത് 2017 കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 2020 ജനുവരി 30 വിചാരണ ആരംഭിച്ചത്. 4.5 വർഷത്തോളം ഈ വിചാരണ നീണ്ടായിരുന്നു. അതിൽ 261 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഇപ്പൊ ഈ വരുന്ന 26-ാം തീയതി മുതൽ പ്രതികളുടെ വിചാരണയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു നവംബറോടെ തന്നെ ഈ കേസിൽ വിധി പ്രഖ്യാപിക്കുമായിരിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. നമുക്കത് കാത്തിരുന്ന് കാണാം. ആരാണ് തെറ്റ് ചെയ്തതെന്നും എല്ലാം കാത്തിരുന്ന് കാണാം.